ഗുഡ് ഈവനിങ് ടു എവരി വൺ. നമ്മൾ സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് കീ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. നമുക്കറിയാം IT സെക്യൂരിറ്റി പ്രധാനമായിട്ടും 3 കോൺട്രാഡിക്ടറി റിക്വസ്റ്റിൻ്റെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. ഈ 3 കാര്യങ്ങളില്ലാതെ IT സെക്യൂരിറ്റി അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ടിലൂടെ പറയുന്നത് IT സെക്യൂരിറ്റി എന്താണ്, IT സെക്യൂരിറ്റിക്ക് 3 കീ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ, ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിലൂടെ പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ ആൻഡ് ഡൈനാമിക് ബിസിനസ് സിസ്റ്റത്തിൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ സേഫ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു ബിസിനസ് സിസ്റ്റത്തിൻ്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതുപോലെയുള്ള സെക്യൂരിറ്റി എന്താ പറയുക പോളിസീസും അതുപോലെ സെക്യൂരിറ്റി എലമെൻറ്റ്സൊക്കെ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ബിസിനസ് സിസ്റ്റം എന്താണ് ഒരു ഓപ്പൺ ആൻഡ് ഡൈനാമിക് ബിസിനസ് സിസ്റ്റം സേഫ് ആൻഡ് സെക്യൂർഡ് എൻവിറോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ അത് ആ ഒരു കീ പ്രിൻസിപ്പിൾസ്, ഈ 3 കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫങ്ഷൻ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ. കമ്പ്യൂട്ടർ സയൻസിലെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന ടേം എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ എന്താ പറയുക, ഡിഫൈൻ ആൻഡ് മാനേജ് റോൾസ് ആൻഡ് ആക്സസ് പ്രിവിലേജസ് ഓഫ് ഇൻഡിവിജ്വൽസ് യൂസേഴ്സ് ഓൺ ദി നെറ്റ്വർക്ക്. അതായത് ഒരു നെറ്റ്വർക്കിൽ ഒരു യൂസർക്കുള്ള റോൾ എന്താണ്, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള ആക്സസ് പ്രിവിലേജ് എത്രത്തോളമാണ് എന്നുള്ളത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു വേർഡിനെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടേമിൽ. അതുപോലെ ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് യൂസേഴ്സ് ആർ ഗ്രാൻറ്റഡ് ഓർ ഡിനൈഡ് ദോസ് പ്രിവിലേജസ്. അപ്പോൾ ആ പ്രിവിലേജസ്, ആക്സസ് പ്രിവിലേജസ് യൂസർക്ക് ഒരു യൂസർ എന്താ പറയുക നെറ്റ്വർക്കിലേക്ക് എൻ്റർ ചെയ്താൽ ആ യൂസറിനെ ആക്സസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ആക്സസ് പ്രിവിലേജ് ഗ്രാൻറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുകയാണോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്കതിന് പഠിക്കാൻ പറ്റും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ യൂസർ എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ എംപ്ലോയിയോ അല്ലെങ്കിൽ കസ്റ്റമറോ ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി, ഓരോ വ്യക്തിക്കും ഓരോ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കൽ നമുക്ക് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവരെന്ത് ചെയ്തോളും, യൂസറിൻ്റെ ആക്സസ് ലൈഫ് സൈക്കിൾ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ അപ്ഡേറ്റ് ചെയ്യും, മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്തോളും. ഓക്കെ. അപ്പോൾ എന്താണ് മോസ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഓരോ യൂസർ നെയിമും പാസ്വേഡും തരും. എന്തിന്? ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസർ വാലിഡ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും തരും. അപ്പോൾ നമ്മൾ കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും ആണ് നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, നമ്മളൊരു വാലിഡ് യൂസറാണെന്ന് പറയാം. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എപ്പോഴും എന്താവണം, സീക്രട്ടായാൽ മാത്രമേ നമുക്കത് എന്താണ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സീക്രട്ടഡ് അല്ല, എല്ലാവർക്കും കാണാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, എന്താണ് സെക്യൂർഡ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂർഡ് അല്ല, കാരണം എല്ലാവർക്കും ആ യൂസർ നെയിമും പാസ്വേഡ് വെച്ച് കയറാമല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഓരോ ഇൻഡിവിജ്വൽസിനും അവരെ ഡിജിറ്റലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സീക്രട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. അത് എന്തായിരിക്കും, സീക്രട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കൽ എന്താണ് ഈ യൂസർ നെയിമും പാസ്വേഡിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ എന്തായിരിക്കും, സെക്യൂർ ആയിട്ടായിരിക്കും ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് സീക്രട്ട് പാസ്വേഡ്, ഒരു സീക്രട്ട് ഇൻഫർമേഷൻ ഡാറ്റാബേസിനകത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. ഇതും മാച്ച് ആക്കിയിട്ടാണ് നമ്മളെ വാലിഡ് യൂസർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഐഡൻറ്റിഫിക്കേഷനിൽ ഇത്രയും, അതായത് ഒരു ഇൻഡിവിജ്വലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള കീ പ്രിൻസിപ്പിളിൽ വരുന്നത്. ഓക്കെ.
നെക്സ്റ്റ് വരുന്നത് ഓതൻറ്റിക്കേഷൻ ആണ്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസറിൻ്റെ എന്താ പറയുക, നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡൻഷ്യൽസ്, ഒരു യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ ഇൻ ദിസ് പ്രോസസ് ടു ചെക്ക് ദി ക്രെഡൻഷ്യൽസ് ഓഫ് യൂസേഴ്സ് ബിഫോർ ദേ ആർ ഗിവിങ് ആക്സസ് ടു ദി യൂസർ റിസോഴ്സസ് ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിന് മുന്നേ ക്രെഡൻഷ്യൽസ് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു പ്രൂവ് ദാറ്റ് ദി യൂസർ ഓർ ആപ്ലിക്കേഷൻ ഈസ് ജെന്യൂയിൻ. ഓൺ ദിസ് ബേസിസ് ഇറ്റ് ക്യാൻ യൂസസ് ദി റിസോഴ്സസ് ഓഫ് ഓർഗനൈസേഷൻ ഓർ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു സിസ്റ്റം കൊണ്ട്, ഈ ഒരു ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരു യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്ന ആൾ ജെന്യൂൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് ഈ റിസോഴ്സസ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ റിസോഴ്സസ് ആ യൂസർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓതൻറ്റിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി യൂസർ. നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി ഓഫ് ദി യൂസറിൻ്റെ ബേസിസിലാണ് ഓതൻറ്റിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷനും നടക്കുന്നത്. അപ്പോൾ ഒരു യൂസർ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസാണ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മാത്രമേ ആ ഒരു റിസോഴ്സ് സിസ്റ്റത്തിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ആക്സസ് പ്രിവിലേജ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുക. അതുപോലെ ഓതറൈസേഷൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ യൂസർ എൻ്റർ ഒരു കറക്റ്റ് യൂസർ നെയിമും അല്ലെങ്കിൽ റൈറ്റ് പാസ്വേഡും യൂസ് ചെയ്തിട്ട് ഒരു യൂസർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതെന്താ പ്രൂവ് ചെയ്യുന്നത്? ഒരു യൂസർ, അതായത് ആ യൂസർ എന്താണ്, ആ ഓണർ ലോഫുൾ ആണ് അല്ലെങ്കിൽ ജെന്യൂൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സെർവറാണ് ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുന്നത്, to know how exactly who is accessing their information or site. അവരുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സൈറ്റ് ആരാണ് എക്സാക്ട്ലി യൂസ് ചെയ്യുന്നത് എന്നാണ് സെർവർ പ്രൂവ് ചെയ്യിപ്പിക്കുക. അതുപോലെ ക്ലയൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലയൻറ്റ് എന്താ പറയുക, സെർവറായിട്ടുള്ളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷന് ഒരുപാട് സെവറൽ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെർവർ ഐഡൻറ്റിഫൈസ് എ യൂസർ ബൈ ഇറ്റ്സ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അതർവൈസ് ടു ഓതൻറ്റിക്കേറ്റ് ഇൻ എ സിസ്റ്റം ആർ ത്രൂ കാർഡ്സ്, retina scans, voice recognition, fingerprints. ഓക്കെ, യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് സെർവർ ഐഡൻറ്റിഫൈ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഓതൻറ്റിക്കേറ്റിൻ്റെ കാർഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ റെറ്റിന സ്കാൻസ് വെച്ചിട്ടോ വോയിസ് റെക്കഗ്നൈസേഷൻ വെച്ചിട്ടോ ഫിംഗർ പ്രിൻറ്റ്സ് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. തേർഡ് ട്രസ്റ്റഡ് പാർട്ടി സച്ച് എ വെരിസൈൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി വാലിഡിറ്റി ഓഫ് ഈച്ച് യൂസർ സർട്ടിഫിക്കറ്റ് ബിഫോർ ഇറ്റ് കുഡ് ബി അലൗഡ് ബൈ യൂസർ ടു ലോഗിൻ. അപ്പോൾ ഒരു ട്രസ്റ്റഡ് പാർട്ടി, തേർഡ് പാർട്ടി, അതായത് യൂസർ സെൻഡറും റിസീവറും അല്ലാതെ ഒരു തേർഡ് പാർട്ടി ട്രസ്റ്റഡ് ആണ്, ഹാക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അവർ എന്ത് ചെയ്യും, എന്താ പറയുക, വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അതുപോലെ ഇൻ ബാങ്ക് വെബ്സൈറ്റ്സ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് ക്യാപ്ച ഈസ് യൂസ്ഡ് ഫോർ ഓതൻറ്റിക്കേഷൻ പ്രോസസ്സ്. ബാങ്ക് വെബ്സൈറ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ ക്യാപ്ച നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ പറയുന്നുണ്ട്. ക്യാപ്ച കോഡും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താണ്, ഇതൊരു ഹ്യൂമൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, റോബോട്ടല്ല. റോബോട്ടോ ഹ്യൂമണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാപ്ച കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപ്ച കോഡും കൂടെ വെച്ചിട്ടാണ് ബാങ്ക് വെബ്സൈറ്റുകളിലൊക്കെ ഓതൻറ്റിക്കേഷൻ പർപ്പസ് നടക്കുന്നത്. ഓതൻറ്റിക്കേഷൻ ഒൺലി ഐഡൻറ്റിഫൈസ് ആൻഡ് വെരിഫൈസ് ഹൂ ദി പേഴ്സൺ ഓർ സിസ്റ്റം ഈസ്. ഏത് പേഴ്സണാണ് അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പർപ്പസാണ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ഇൻ ബാങ്ക്സ്, ATMs, പാസ്വേഡ് ഓർ പിൻ ഈസ് യൂസ്ഡ് ഫോർ ഓതൻറ്റിക്കേഷൻ പർപ്പസ്. ബാങ്കുകളിൽ ATMസിൽ നമ്മുടെ പിൻ നമ്പർ യൂസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സ്മാർട്ട് കാർഡ്സ് ആൻഡ് ബയോമെട്രിക് ക്രെഡൻഷ്യൽസ് ആർ യൂസ്ഡ് ബൈ എംപ്ലോയീസ് ടു പ്രൂവ് ദെയർ ഐഡൻറ്റിറ്റി ഇൻ ദി ഓർഗനൈസേഷനിലൊക്കെ അവരെ എംപ്ലോയീസ് അവരുടെ സ്മാർട്ട് കാർഡ്സ് അല്ലെങ്കിൽ ബയോമെട്രിക് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടാണ് ഓതൻറ്റിക്കേഷൻ പർപ്പസ് നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓതറൈസേഷൻ.
The name authorization is methodology adopted by software companies to allow lawful user to system resources including files, services, computer programs, data and application programs. അതായത് ഫയൽസോ സർവീസസോ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് പോലെയുള്ള റിസോഴ്സസ് സിസ്റ്റം റിസോഴ്സസ് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ലോഫുൾ ആയിട്ടുള്ള യൂസേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവരെ അലോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ കമ്പനീസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തഡോളജിയാണ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് ദി പ്രോസസ് ഓഫ് ഗ്രാൻഡ് ഓർ ഡിനേ ആക്സസ് ടു എ നെറ്റ്വർക്ക് റിസോഴ്സ് ബേസ്ഡ് ഓൺ ദയർ യൂസേഴ്സ് ഐഡൻറ്റിറ്റി. യൂസേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിൻ്റെ ബേസിൽ എന്താ പറയുക അവരുടെ ആക്സസ് പ്രിവിലേജ് ഗ്രാൻഡ് ചെയ്യാനോ ഡിനേ ചെയ്യാനോ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദി ഓതറൈസേഷൻ കാൻ ഓൾസോ ഡിഫൈൻഡ് ഇൻ ഫോളോയിങ് വേർഡ്സ്. മറ്റു ഡെഫിനിഷനും കൂടെ ഉണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് എ സെർവർ ഡിറ്റർമൈൻസ് ഇഫ് ദി ക്ലയൻറ്റ് ഹാസ് പെർമിഷൻ ടു യൂസ് റിസോഴ്സസ് വിച്ച് ഈസ് അവൈലബിൾ ഓൺ ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലുള്ള ഒരു യൂസർക്ക് ഒരു ക്ലയൻറ്റിന് സെർവർ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ സെർവറിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട പ്രോസസ്സാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഓതറൈസേഷൻ ഈസ് ഫോളോഡ് ബൈ authentication by the server and it determines who the client is, what he is requesting for over the network. അതായത് ആരാണ് ക്ലയൻറ്റ്, എന്ത് റിക്വസ്റ്റാണ് അവർ തന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാനുള്ളതും ഓതൻറ്റിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഓതറൈസേഷൻ ആണ് പറയുന്നത്. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഓതറൈസേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്സ് ഫോർ ഈച്ച് ഓഫ് ദം മേ വേരി. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓതറൈസേഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണ് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ. ദർ ഈസ് നോ ഓതറൈസേഷൻ റിക്വയർഡ് ഇൻ സം കേസസ്, ഇൻ അതർ ഓതറൈസേഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ. ചില സെക്യൂരിറ്റി സിസ്റ്റത്തിലൊക്കെ 2 സ്റ്റെപ്പ് ഓതറൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ പ്രോസസ്സും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓതറൈസേഷൻ പ്രോസസ്സായിട്ടാണ് 2 സ്റ്റെപ്പായിട്ടാണ് ചില വെബ് സെക്യൂരിറ്റി സിസ്റ്റത്തിലൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്താ പറയുക, അല്ല സെയിം അക്കൗണ്ട് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് യൂസേഴ്സ് ഒരേ സെയിം അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് തന്നെ റിസോഴ്സസ് എന്താ പറയുക റിസോഴ്സസ് ആക്സസ് ചെയ്യുക. ഇൻ സച്ച് സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓരോ യൂസറിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്നാലും ഓതൻറ്റിക്കേഷൻ എന്താണ് പറയുക, ഇഫ് യൂസേഴ്സ് ഹാവ് ബീൻ ഓതൻറ്റിക്കേറ്റഡ് ബൈ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഡിഫറെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് കയറുന്നതെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി ഡിഫറെൻറ്റ് പ്രൊഫൈലിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകളാണ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 6 എസെൻഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻസ് ആണ്. അതായത് നമ്മൾ സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കുന്ന കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഈ സൈബർ ക്രൈമിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ സിസ്റ്റം സെക്യൂർഡ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മളെ ഓർഗനൈസേഷൻ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് സെക്യൂർഡ് ആക്കാൻ പറ്റുക എന്നുള്ള കുറച്ച് സൊല്യൂഷനാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 6 എസെൻഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻസിൽ പറയുന്നത് നമുക്കറിയാം, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് എന്താ പറയുക അവരുടെ IT സെക്യൂരിറ്റി എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അൺഓതറൈസ്ഡ് യൂസേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. അപ്പോൾ ഇല്ലീഗൽ യൂസേഴ്സിൽ നിന്ന് അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഡേ ബൈ ഡേ എന്താ പറയുക നമ്മുടെ സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഏതൊരു മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും അല്ലാത്ത മേഖലകളിലായാലും സൈബർ അറ്റാക്സ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു എന്താ പറയുക
സാഹചര്യമാണ് ഇപ്പോൾ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, അതായത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കമ്പനി എപ്പോഴും ബോധേഡ് ആവണം. അതായത് ഡേഞ്ചേഴ്സ് എപ്പോഴും സംഭവിക്കാം, എപ്പോഴും അവർ അവെയർ ആവണം. എന്താണ്, ഞങ്ങൾക്കും ഇതുപോലെ സൈബർ ക്രിമിനൽസ് നമ്മളുടെ ഇതും റെഡി ആയിട്ട് ഇരിക്കുകയാണ്, അവർ നമ്മുടെയും ഹാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ള ഒരു എന്താ പറയുക, എപ്പോഴും അവർ അവെയർനെസ് ഉണ്ടാവണം അതിനെതിരെ. അതായത് എപ്പോഴും എന്താണ്, നമുക്കെതിരെയും സൈബർ അറ്റാക്ക് ഉണ്ടാവാം. അപ്പോൾ അതെങ്ങനെ ചെറുത്ത് നിൽക്കും എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, അതിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ആക്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ബെസ്റ്റ് ചോയ്സ് ഏതാണെന്നുള്ളത് നമുക്ക് നമ്മുടെ സെലക്ഷൻ അതിനനുസരിച്ചാണ് അല്ലേ. നമ്മുടെ സെക്യൂരിറ്റി, അതായത് ബെസ്റ്റ് ചോയ്സ് തന്നെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കൂടുതലെടുക്കാം. അങ്ങനെയാണല്ലോ. ബട്ട് വിച്ച് ദിസ് ബെസ്റ്റ് സെക്യൂരിറ്റി ടൂൾസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് പാരാമീറ്റേഴ്സ്. അതായത് ബെസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ അവരത് അതായത് നമ്മുടെ സൈബർ സെക്യൂരിറ്റിക്ക് ബെസ്റ്റ് ഫിറ്റ് ഏത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണോ, ഏത് ആക്ഷനാണോ യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ആ കമ്പനി അത് എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ എന്താണ് ഫൈനലൈസ് ചെയ്തിട്ട് അവരത് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് സൈബർ സെക്യൂരിറ്റി ആക്ഷൻസ് പറയുന്നുണ്ട്. സിക്സ് എസെൻഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻസ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. To protect the organization from cyber attacks, following 6 measures are necessary to be adopted by them. അപ്പോൾ ഫസ്റ്റ് വൺ, ഫയർവാൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വെർച്വൽ പ്രൊട്ടക്ഷൻ വാൾ വിച്ച് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് നെറ്റ്വർക്ക് ട്രാഫിക് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ടു എനി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അതിൻ്റെ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാഫിക്കിൻ്റെ നെറ്റ്വർക്ക് അതായത് ഒരു വെർച്വൽ വാളായിട്ട്, പ്രൊട്ടക്ഷൻ വാളായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഫയർവാൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിക്കുക, ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിയൽ ലൈഫിൽ നിങ്ങൾ ആലോചിക്കുക, എന്താ പറയുക, നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിൽ ഒരു പ്രൊട്ടക്ഷൻ വാളുണ്ടെങ്കിൽ, ഒരു ഹാക്കർ അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ വാൾ കാരണം അവർക്ക് നമ്മുടെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫയർവാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫയർവാൾ ഉണ്ടെങ്കിൽ ഇറ്റ് സ്റ്റോപ്സ് അൺഓതറൈസ്ഡ് ഹാക്കേഴ്സ് ഫ്രം അറ്റാക്കിംഗ് നെറ്റ്വർക്ക് ബൈ ബ്ലോക്കിംഗ് ദം ഫ്രം ദി സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻസിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് അവരെ ഹാക്കേഴ്സിനെ ബ്ലോക്ക് ചെയ്യിപ്പിക്കും ഈ ഒരു നെറ്റ്വർക്ക് എന്താ പറയുക ഫയർവാൾ എന്ന് പറയുന്നത്. Firewalls are programmed in such a way that they restrict the network from sending out proprietary data and confidential emails. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫയർവാൾസ് പ്രോഗ്രാം ചെയ്ത് വെക്കുക ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഇമെയിൽസും അതുപോലെ പ്രൊപ്രൈറ്ററി ഡാറ്റ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട്. അങ്ങനെയൊക്കെയാണ് ഫയർവാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദി പ്രസൻറ്റ് എറ ഹാക്കേഴ്സ് ഹാവ് ബിക്കം മോർ സോഫിസ്റ്റിക്കേറ്റഡ് വിത്ത് ദി സ്റ്റേറ്റ്സ് ഓഫ് ഹാർഡ് ഹാക്കിംഗ് ടെക്നോളജി. ഡ്യൂ ടു ദിസ് റീസൺ ഫയർവാൾ ഹാവ് ബിക്കം ഒബ്സൊലേറ്റ് ടു സ്റ്റോപ്പ് ദം ഫ്രം ദി നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹാക്കേഴ്സ് എന്താണ് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഫയർവാൾ ടെക്നോളജി എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് ഭയങ്കര ഒബ്സൊലേറ്റ്, അതായത് പഴകിയതായി, അതായത് ഹാക്കിംഗ് ടെക്നോളജി അവർ പല ടെക്നിക്കുകളും വെച്ചിട്ടാണ് ഹാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവരുടെ അത്രയും ഫയർവാൾ അതായത് നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് എല്ലാ കാലത്തും ഓർഗനൈസേഷനിൽ എന്താ പറയുക, ഓർഗനൈസേഷനിൽ എല്ലാ കാലത്തും ഫയർവാൾ എന്ന് പറയുന്നത് കോർ സെക്യൂരിറ്റി ടൂളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് എന്താണ് ദി ഫയർവാൾസ് ആർ യൂസ്ഫുൾ ഫോർ ദി സെക്യൂരിറ്റി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓൾസോ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ട്രെയിൻഡ് അല്ലെങ്കിൽ സ്കിൽഡ് ഹാക്കേഴ്സാണ് ഈ ഒരു സ്കിൽഡ് ഹാക്കേഴ്സ് എന്ത് ചെയ്യും, ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫയർവാളിന് എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അതല്ലെങ്കിൽ ട്രസ്റ്റഡ് ബിലീവബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന നിലക്ക് ഫയർവാളിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് കയറും. അപ്പോൾ ഫയർവാൾ വിചാരിക്കും എന്താണ്, ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് ഫയർവാൾ എന്ത് ചെയ്യും, ഹാക്കേഴ്സിനെ നമ്മുടെ നെറ്റ്വർക്കിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഇത് ഇപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് കോർ സെക്യൂരിറ്റി ടൂളായിട്ട് തന്നെയാണ് നമ്മൾ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറയുക, എല്ലാ ലിമിറ്റേഷൻസും മറികടന്നുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഫയർവാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലെസ് സോഫിസ്റ്റിക്കേറ്റഡ് മാലീഷ്യസ് അറ്റാക്സും അതുപോലെ അൺഓതറൈസ്ഡ് യൂസേഴ്സും എന്നൊക്കെ അവരൊക്കെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര പൊരുതിയിട്ട് തന്നെയാണ് നമ്മളെ ഫയർവാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫയർവാളിനെ കുറിച്ച് അത്രയാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ആൻറ്റിവൈറസ് ആണ്. ആൻറ്റിവൈറസ് നമുക്കറിയാം, നമ്മൾ നമ്മളെ സിസ്റ്റത്തിൽ വൈറസിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ആൻറ്റിവൈറസ്. വൈറസ് എങ്ങനെ വരുന്നത് വെച്ചാൽ സെറ്റ് ഓഫ് പ്രോഗ്രാമാണ്. അത് നമ്മുടെ അൺവാണ്ടഡ് ഇമെയിൽസ് വഴിയും അതുപോലെ എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ പെൻഡ്രൈവ് USB പോലുള്ള ഇതൊക്കെ നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ക്യാരി ചെയ്യുന്ന ഒരു ഒരു തരം സൈബർ അറ്റാക്കാണ് നമ്മുടെ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒരിക്കൽ നമ്മളെ സിസ്റ്റത്തിനുള്ളിൽ അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സിസ്റ്റം ആകെ എന്താക്കും, സിസ്റ്റത്തിനുള്ളിൽ ആകെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനും അതുപോലെ സിസ്റ്റത്തിൻ്റെ എല്ലാ വർക്കിങ്ങും കാര്യങ്ങളും ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ കാരണമാവുന്നതാണ് ഈ വൈറസ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിനെതിരെ നമ്മൾ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലായാലും നെറ്റ്വർക്കിലായാലും എന്താ പറയുക, നമ്മൾ സിസ്റ്റം വൈറസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതുപോലെ ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സ്പൈവെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് നമ്മുടെ സിസ്റ്റത്തിനെ സ്കാൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ക്യാരി ചെയ്യുന്ന ഇമെയിൽസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തോളും, റിമൂവ് ചെയ്തോളും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് ഏതാണോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേഷൻസ് വരുന്ന ടൈമിലൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനുള്ളൊരു കഴിവ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് യൂസ് കോംപ്ലക്സ് പാസ്വേഡ്സ്. നമ്മൾ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും എസെൻഷ്യലാണ് നമ്മുടെ നെറ്റ്വർക്കിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും എസെൻഷ്യലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കോംപ്ലക്സ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഹാക്കേഴ്സൊന്നും പാസ്വേഡ് കോൺഫിഡൻഷ്യലാക്കി വെക്കുക, സ്ട്രോങ് പാസ്വേഡ് മാത്രം യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് പാസ്വേഡ് ആണെങ്കിൽ അത് യൂസേഴ്സിന് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആണ് നമുക്ക് 100% ഉറപ്പ് വരുത്താം. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സുകളിലൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് മൊത്തം സെക്യൂർഡ് ആയിരിക്കും, സേഫ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്വേഡിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മുന്നേയും ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്പേസ് യൂസ് ചെയ്യുക. അപ്പോൾ സ്പേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വിധത്തിലുള്ള ഹാക്കേഴ്സിനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സ്പേസ് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, അൺനോൺ യൂസേഴ്സിനൊക്കെ ഗസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ അവർ അതിന് അൺഅവെയറാണ്. അതായത് ഇതിന് മുന്നേ അല്ലെങ്കിൽ ശേഷമോ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അവർ പെട്ടെന്ന് ഓർത്തെടുക്കില്ല സ്പേസ് യൂസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റാസ് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആയിട്ടിരിക്കും. അതുപോലെ കോമ്പിനേഷൻസ് ഓഫ് ലോവർ കേസ് ലെറ്റേഴ്സും അപ്പർ കേസ് ലെറ്റേഴ്സും യൂസ് ചെയ്യുക, സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യുക. അതുപോലെ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും സിമ്പിൾസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡ് നമുക്ക് സ്ട്രോങ് ആക്കാം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കർക്ക് അല്ലെങ്കിൽ മറ്റ് യൂസേഴ്സിന് നമ്മുടെ പാസ്വേഡ് ഗസ് ചെയ്യാനോ ക്രാക്ക് ചെയ്യാനോ വേണ്ടി പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എസെൻഷ്യൽ സെക്യൂരിറ്റി ആണ് എന്താണ്, റെഗുലർ ബാക്കപ്പ് എന്ന് പറയുന്നത്. റെഗുലർ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ റെഗുലർലി ടേക്കിംഗ് ബാക്കപ്പ് സേവ്സ് ഓർഗനൈസേഷൻ ഫ്രം ദി റിസ്ക് ഓഫ് ഡാറ്റ ലോസ്. നമ്മുടെ ഡാറ്റ ലോസ് ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സിസ്റ്റം ബാക്കപ്പ് ചെയ്യുക. ഒരു ബാക്കപ്പ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഡാറ്റ ലോസ് ബാക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക, ഡാറ്റാസ് റീസ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് റെഗുലർ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിലൊക്കെ ഹെഡ്ലൈനായി കാണുന്നതാണ് ബാങ്ക് ഹാക്ക് ചെയ്തു, മണി ഹാക്ക് ചെയ്തു, ബാങ്കിൻ്റെ ഡാറ്റ ഹാക്ക് ചെയ്തു എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതിൽ നമ്മുടെ ഹാക്കേഴ്സ് എന്ത് ചെയ്യാണ്, ബാങ്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്താ പറയുക ബൈപ്പാസ് ചെയ്തിട്ട് ഇല്ലീഗലായിട്ട് അവിടുന്ന് പണം മോഷ്ടിക്കുന്നൊരു കാര്യമാണ് ഇത്. അപ്പോൾ നമ്മളെ ഹാർഡ്വെയർ ഫെയിലിയർ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം എന്താ പറയുക, ഒരു ഹാർഡ്വെയർ ഫെയിലിയറിൻ്റെ കേസിലൊക്കെ ഡാറ്റ ബാക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടു റൺ ദി ബിസിനസ് സ്മൂത്ത് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ് ക്യാൻ ബി സേഫ് ഗാർഡ് വിത്ത് റെഗുലർ ബാക്കപ്പ്. ഓക്കെ, അപ്പോൾ ടു റെഡ്യൂസ് ദി റിസ്ക് റെഗുലർ ബാക്കപ്പ് ഓഫ് ഡാറ്റ ഈസ് വെരി എസെൻഷ്യൽ. നമ്മൾ റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെഗുലർ ഡാറ്റ ബാക്കപ്പ് എന്ന് പറയുന്നത് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. മോഡേൺ ബിസിനസ് ഓർഗനൈസേഷനിലും സെർവേഴ്സിലൊക്കെ ഒരു ഓപ്ഷനായിട്ട് തന്നെ ഉണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബാക്കപ്പ്. ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഒരു ഓപ്ഷനായിട്ട് തന്നെ ഇപ്പോൾ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കാര്യത്തിന് തന്നെ മൾട്ടിപ്പിൾ ഫിസിക്കൽ കോപ്പീസ് പല സ്ഥലങ്ങളിലായിട്ട് പ്രസൻറ്റ് ഡിജിറ്റൽ ഏജിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഫിസിക്കലി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബേസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നത് തിരിച്ചെടുക്കാനുള്ള തിരിച്ചെടുക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ബാക്കപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെനട്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ലിമിറ്റ് ആക്സസ് ടു ക്രിട്ടിക്കൽ ഡാറ്റയാണ്. അപ്പോൾ പെനട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെവറൽ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റിംഗ് ആണ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് പെനട്രേഷൻ ടെസ്റ്റിംഗ്
ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് അവരെ കോൾ ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് ഡാറ്റ അല്ലെങ്കിൽ ബിസിനസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് എന്ത് ചെയ്യും, ഹാക്കേഴ്സ് എന്ത് ടെക്നിക്കാണ്, അതായത് നമ്മുടെ ബിസിനസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റിയും അതുപോലെ വീക്ക്നെസ്സും പൊട്ടൻഷ്യൽ വീക്ക്നെസ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കേഴ്സ് എന്ത് ടെക്നിക്കാണോ യൂസ് ചെയ്യുന്നത് സെയിം ടെക്നിക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് നമ്മുടെ പെനട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അവരുടെ ഇത് ചെയ്തതിന് ശേഷം ഈ സെക്യൂരിറ്റി പ്രൊഫഷണൽസിൻ്റെ അഡ്വൈസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അവരുടെ അഡ്വൈസ് ഫോളോ ചെയ്യുക. അതുപോലെ മോർ സെക്യൂരിറ്റി ടൂൾസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അവരുടെ സജഷൻസ് അനുസരിച്ച്. എന്നാൽ നമ്മുടെ സെർവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂർഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റി, ബിസിനസ് ഓർഗനൈസേഷനിൽ ഡാറ്റ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനും അതുപോലെ സെക്യൂർഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ എംപ്ലോയീസിൽ നിന്ന് നമുക്ക് ക്രിട്ടിക്കൽ ബിസിനസ് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസും ഇൻ അഡീഷൻ ആയിട്ട് പെനട്രേഷൻ ടെസ്റ്റിങ്ങിലുണ്ട്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഡാറ്റ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഒതൻറ്റിക്കേഷനും ഓതറൈസേഷനും ഒക്കെ ഉള്ള യൂസേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അലൗഡ് അല്ല. ക്രിട്ടിക്കൽ ഡാറ്റ ആക്സസ് ചെയ്യുക എന്നുള്ളത് അലൗഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എംപ്ലോയി ട്രെയിനിങ് ആണ്. ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസാണ് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്രിട്ടിക്കൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഡാറ്റ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കണമെങ്കിൽ ഈ എംപ്ലോയീസ് എന്താവണം, അത് വെൽ ട്രെയിൻഡ് ആവണം ആ ക്രിട്ടിക്കൽ ഡാറ്റയിൽ. അപ്പോൾ മസ്റ്റ് ബി ട്രെയിൻഡ് ബിഫോർ ദേ ആർ ഗിവൺ റെസ്പോൺസിബിലിറ്റി ടു സെക്യൂർ ദി ഡാറ്റ സെക്യൂർ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് എന്താ പറയുക, ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് എന്ത് ചെയ്യണം, വെൽ ട്രെയിൻഡ് പേഴ്സൺസ് ആക്കി അവരെ മാറ്റണം. There are several types of attacks and phishing is one of them. To protect the business organization from phishing attacks, the employees must be trained how to keep secure data from such attacks. അപ്പോൾ അത്തരത്തിലുള്ള അറ്റാക്സുകൾ ഫിഷിംഗ് പോലുള്ള അറ്റാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിന്ന് സെക്യൂർഡായിട്ട് പുറത്ത് കടക്കാം, എങ്ങനെ നമ്മുടെ ഡാറ്റ കീപ്പ് ചെയ്യാം എന്നുള്ളൊരു ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അപ്പോൾ ആരാണോ നമ്മുടെ സെക്യൂരിറ്റി ടൂൾസ് ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയി വെച്ചാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെവറൽ സ്റ്റെപ്സ് വെച്ചിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്. എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്പോൾ എന്താ പറയുക, സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ ഓൺലൈൻ ത്രെഡ്സിനെ അവർ റെക്കഗ്നൈസ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ത്രെഡിനെ അവർ ട്രാക്ക് ചെയ്യണം. ദെൻ ആൻറ്റിവൈറസും ഏത് തരത്തിലുള്ളതാണെന്ന് ത്രെഡ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിവൈറസും അതുപോലെ അതിനെതിരെയുള്ള ടൂൾസൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് അതിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയീസ് എന്താവണം, അത് ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയീസ് എന്താവണം, വെൽ ട്രെയിൻഡ് ആവണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് അപ്ലൈയിങ് പ്രിൻസിപ്പിൾ ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസിയാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മളതിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിൻ്റെ റെക്കമെൻഡേഷൻസും സജഷൻസിനനുസരിച്ചായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെക്യൂരിറ്റി ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ സജഷൻസിന് അനുസരിച്ചിട്ടായിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒക്കെ പ്രാക്ടിക്കലാക്കാൻ വേണം. അതുപോലെ സെക്യൂരിറ്റി ടീം അതെന്ത് ചെയ്യണം, ഒരു വിധത്തിലും അതിനെ നിരസിക്കാൻ വേണ്ടി പാടില്ല.
ഓക്കെ. അപ്പോൾ നമുക്കറിയാം പ്രിവെൻഷൻസ് ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ അസുഖങ്ങൾ വരുന്നതിന് മുന്നേ അത് വരാതെ നോക്കലാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ സെക്യൂരിറ്റി എന്താ പറയുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ അതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളും സെക്യൂർഡ് ആക്കാനുള്ള പദ്ധതികളും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നമ്മളൊന്നും കൂടെ മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സൈബർ അറ്റാക്കിങ്ങിൽ നിന്നും ഒരു വിധത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും, സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ആണല്ലോ. അതുപോലെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസീസ് അവരുടെ കമ്പനികളിൽ സ്ട്രിക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലെ പെനട്രേറ്റീവ് സ്റ്റെപ്സ് ഒരു സൈബർ അറ്റാക്ക് നടന്നതിന് ശേഷം ബിസിനസ് ഡാറ്റയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അറ്റാക്ക് നടക്കുന്നത് വരെ കാത്തിരിക്കാതെ അത് വരുന്നതിന് മുന്നേ എന്തൊക്കെ സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി പോളിസീസും കൂടെ അതിൻ്റെ കൂടെ എടുക്കണം. എന്നാലേ നമുക്ക് ഒരു അറ്റാക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ബിസിനസ് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ സൈബർ അറ്റാക്കിന് പുറമെ ഒരുപാട് മാൽവയേഴ്സ്, നമ്മുടെ വൈറസ്, വോംസ് പോലെയുള്ള ഒരുപാട് മാൽവയേഴ്സും നമ്മുടെ ഡാറ്റ ബിസിനസ് ഓർഗനൈസേഷന് ഒരു വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നത്. ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു റിസ്ക് ആയിട്ടാണ് ഈ ഒരു മാൽവയേഴ്സ് ഉള്ളത്. അപ്പോൾ അതെന്താണ്, സ്വയം സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഒരിക്കൽ നമ്മളെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ സ്വയം സ്പ്രെഡ് ചെയ്ത് നമ്മളെ ഡാറ്റയെ നശിപ്പിക്കുകയാണ് മാൽവയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഓൺലൈൻ പ്രസൻസ്, അപ്പോൾ അവരുടെ ഈ ഒരു ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിനും ആവശ്യമായിട്ടുള്ള ബൂസ്റ്റ്, അതായത് അവരെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ബിസിനസ്സിൻ്റെ സെക്യൂരിറ്റിക്കും അതുപോലെ മാനേജ്മെൻറ്റിനും പ്രൈം ഫാക്ടറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് ഡിജിറ്റൽ ഏജിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ബിസിനസ് ഡാറ്റ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സുകളാണ് ഇതിലൂടെ ഈ ഒരു ടോപ്പിക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ആക്സസ് കൺട്രോൾ പോളിസിയാണ്. അപ്പം ആക്സസ് കൺട്രോൾ പോളിസിയിൽ വരുന്നത് ആക്സസ് കൺട്രോൾ മാനേജ്മെൻറ്റ് ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഡാറ്റ ഔട്ട്സൈഡേഴ്സിൽ നിന്നും സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ റോളാണ് വഹിക്കുന്നത്. അപ്പോൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും മസ്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആക്സസ് കൺട്രോൾ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആക്സസ് കൺട്രോൾ പോളിസി എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും മസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഏജിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്സ്, സോഷ്യൽ വെബ്സൈറ്റ്സൊക്കെ ബിസിനസ് ഓർഗനൈസേഷന് ഒരു ത്രെട്ടായി മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ അവർ ഹിഡൻ ത്രെട്ടായിട്ടാണ് ഇൻ്റർനെറ്റിലും അതുപോലെ ഇതുപോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഹിഡൻ ത്രെട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് കൺട്രോൾ പോളിസിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ബെറ്റർ പാസ്വേഡ് മാനേജ്മെൻറ്റ് ടെക്നിക്കും ഓൺലൈൻ റിസ്കുകൾ നമ്മുടെ ഈ ഡിജിറ്റൽ ഏജിൽ ഓൺലൈൻ റിസ്കുകൾ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ബെറ്റർ പാസ്വേഡ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അഡ്മിൻ എന്ത് ചെയ്യണം, ഡെയിലി ഓൺലൈനായിട്ട് വരുന്ന ത്രെഡുകൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൻ്റെ യൂസേഴ്സിന് അഡ്വൈസ് കൊടുക്കണം. ഇങ്ങനെ ത്രെഡുകളുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കണം. അതുപോലെ സെക്യൂരിറ്റി പോളിസീസ് ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യാൻ വേണം. അതുപോലെ
ഈ സിസ്റ്റം അഡ്മിൻ റെഗുലർലി ഇതിങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന കൂട്ടത്തിൽ പറയണം. പാസ്വേഡ് പീരിയോഡിക്കലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഹാക്കേഴ്സിനെ നമുക്കൊരു വിധം എന്താ പറയുക സേഫ് ഗാർഡ് ആക്കാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഹാക്കേഴ്സിൽ നിന്ന് നമ്മുടെ ഡാറ്റ ഒരുവിധം നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് മാത്രം സിസ്റ്റം റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ അൺഓതറൈസ്ഡ് യൂസേഴ്സ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതെന്നും സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആക്സസ് കൺട്രോൾ പോളിസിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോളിസിയാണ്. അതായത് ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു പേര് കേട്ട് നെട്ടേണ്ട ആവശ്യമില്ല. അതായത് 1 ടൈം പാസ്വേഡ് OTP സിസ്റ്റം നമ്മൾ ഇന്ന് എല്ലാ ഒരു മേഖലകളിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓൺലൈൻ പാസ്വേഡ് ടെക്നിക്സ് യൂസ് ചെയ്ത് അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അതായത് ഇല്ലീഗൽ യൂസ് ഓഫ് അക്കൗണ്ട്സ് തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് 1 ടൈം പാസ്വേഡ് അല്ലേ. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഫോൺ നമ്പറിലേക്കോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിലോട്ടോ ഒരു 1 ടൈം പാസ്വേഡ് വരും. അത് നമുക്കറിയാം. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് SMS ആയി വന്നിട്ടുള്ള ഈ ഒരു OTP നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള 1 ടൈം പാസ്വേഡ് തന്നെയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമ്മൾ ഓതൻറ്റിക്കേറ്റഡ് ആയി, അതായത് നമ്മൾ ഓതൻറ്റിക്കേറ്റഡ് യൂസറാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓൺലൈൻ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്ത് വരുന്നത് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോളിസി വരുന്നത്. അതുപോലെ 1 ടൈം പാസ്വേഡ് ടെക്നിക്കിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എൻക്രിപ്റ്റ് യുവർ ഇൻട്രാക്ഷൻസ് ആണ്. ദി ടേം എൻക്രിപ്ഷൻ മീൻസ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ മറ്റേതെങ്കിലും ഒരു കോഡ് ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്താ പറയുക ഹൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുക. ഔട്ട്സൈഡേഴ്സ് ക്രാക്ക് ചെയ്യുന്നതിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ എൻക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ എൻഡിലെത്തുമ്പോൾ അത് റിസീവർ എന്ത് ചെയ്യും, റിസീവ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക പ്ലെയിൻ ടെക്സ്റ്റിലോട്ടാക്കി കൺവേർട്ട് ചെയ്യും. പ്രോസസ്സ് എങ്ങനെ വെച്ചാൽ നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ സെൻഡറിൻ്റെ കയ്യിൽ അത് എന്തായിട്ടാണ് ഉണ്ടാവുക, പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് സെൻഡർ അതെന്ത് ചെയ്യും, ഒരു കോഡ് ഭാഷയിലോട്ട് മാറ്റും. മറ്റുള്ളവർക്ക് അത് വായിക്കാൻ പറ്റാത്ത രീതിയിലൊരു കോഡ് ലാംഗ്വേജിലോട്ട് മാറ്റും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് അത് നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുമ്പം ആരെങ്കിലും ബൈ ചാൻസ് അത് ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അത് എന്താ പറയുക ഒരു കോഡ് ലാംഗ്വേജിലാണുള്ളത്. അത് തിരിച്ച് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടണമെങ്കിൽ ഒരു കീ യൂസ് ചെയ്താൽ മാത്രമേ അത് പ്ലെയിൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ കീ ആരെടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, സെൻഡറിനും റിസീവറിൻ്റെയും കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് ലാംഗ്വേജ് നമ്മൾ റിസീവർ എൻഡിലെത്തുമ്പോൾ റിസീവർ എന്ത് ചെയ്യും, അത് അവരുടെ കയ്യിലുള്ള കീ യൂസ് ചെയ്തിട്ട് എന്താ പറയുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ മെസ്സേജ് അതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സേഫ് ഗാർഡ് യുവർ കീസ് ആണ്. സേഫ് ഗാർഡ് യുവർ കീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അൺവാണ്ടഡ് ഹാൻഡ്സിൽ നിന്ന് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രെഡൻഷ്യൽസ് എത്രത്തോളം സീക്രട്ടായിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം സീക്രട്ടായിട്ട് വെക്കണം ലോഗിൻ ക്രെഡൻഷ്യൽസ്. അപ്പോൾ ഒരു കീ ഉണ്ടാവും, ആ കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സീക്രട്ട് കീ ആണ്, ആ സീക്രട്ട് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രെഡൻഷ്യൽസ് സീക്രട്ടാക്കി വെക്കുക. അപ്പോൾ ഓണർക്ക് മാത്രമേ ആ കീ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ കീ യൂസ് ചെയ്തിട്ടാണ് ക്രെഡൻഷ്യൽസ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ബൈ ചാൻസ് ആ
കീ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കീ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ കയ്യിൽ കൂടെ വെക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സെക്കൻഡ് കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡൻഷ്യൽസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഫസ്റ്റ് കീ ആരെ കയ്യിലാണോ എന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കീ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക. കാരണം ഫസ്റ്റ് കീ ആരെ കയ്യിലാണെന്ന് നമുക്കറിയില്ല. ആ കീ വെച്ചിട്ട് ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? കീ ചേഞ്ച് ചെയ്യുക. കീ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു കീക്ക് നമ്മൾ ഫസ്റ്റ് കീയും സെക്കൻഡ് കീയും ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഇൻഫർമേഷൻസും ഡാറ്റാസൊക്കെ ബിസിനസ് ഓർഗനൈസേഷനിൽ മാക്സിമം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, സേഫ് ഗാർഡിങ് ദി കീസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബാക്കപ്പ് യുവർ ഇൻഫോർമേഷനാണ്. നമ്മൾ ഇന്നലെ ഒരു പോയിന്റ് പറഞ്ഞതാണ് ബാക്കപ്പിൻ്റെ. എന്താണ്? നമ്മൾ ബൈ ചാൻസ് നമ്മുടെ ഡാറ്റ സേഫ് ആയിരിക്കണം, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പം സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആക്കണമെങ്കിൽ ഒരു ബാക്കപ്പ് നമുക്ക് എപ്പോഴും നമുക്കൊരു ബാക്കപ്പ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അതായത് നമ്മുടെ ഡാറ്റേൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും സേഫ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്തെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കെന്താണ്? ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അതാണ് ബാക്കപ്പ് യുവർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഗുഡ്സ് എക്സ്ചേഞ്ചിങ്ങിലൊക്കെ ഏർപ്പെടുമ്പോൾ അവർ പാലിച്ചിരിക്കേണ്ട ഒരു എന്താ പറയുക, ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. അതായത് MOU എന്ന് പറയും, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പരസ്പരം പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ MOU എന്ന് പറഞ്ഞ അഗ്രിമെൻറ്റ് ഭയങ്കരമായിട്ട് എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ഭയങ്കര രഹസ്യമായിട്ട് വേണം സൂക്ഷിക്കാൻ. അതുപോലെ ഇത് മിസ്യൂസ് ചെയ്യും എന്നുള്ള തേർഡ് പാർട്ടീസ് ഉണ്ടാവുമല്ലോ, ഇവരെ ഈ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള തേർഡ് പാർട്ടി മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള തേർഡ് പാർട്ടീസിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇതെപ്പോഴും എന്തായിരിക്കണം? രഹസ്യമായിട്ട് വേണം എന്താ പറയുക ഇതിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അഥവാ എന്തെങ്കിലും മിസ്യൂസിങ്ങോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെതിരെ നമുക്ക് എന്താ പറയുക കോർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസിനൊക്കെ പോകാനുള്ള ഒരുപാട് എന്താ പറയുക നമുക്ക് അതിനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ് ഈ കോൺഫിഡൻഷ്യൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊന്നും മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കോർട്ടിന് ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അവകാശങ്ങൾ ഉണ്ട്. അപ്പോൾ അതും ആ ക്വസ്റ്റ്യൻസും അതുപോലെ എൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടോപ്പിക് വരുന്നത് ഡിജിറ്റൈസേഷൻ ആണ്. ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ബേസ്ഡ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻസൊക്കെ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് ഇലക്ട്രോണിക് ബേസിലോട്ട് സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിജിറ്റൈസേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക, റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇൻറ്റഗ്രേഷൻ ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ് ഇൻറ്റു കമ്പ്യൂട്ടർ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഡാറ്റയും ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും, അതായത് സ്റ്റോറേജ് ഡിവൈസസ് പോലുള്ള ഹാർഡ് ഡിസ്ക്, എന്താ പറയുക ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഡിജിറ്റൈസേഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ എന്താ പറയുക ഹാർഡ് ഡിസ്കിനകത്ത് നമ്മുടെ ഡാറ്റയും ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു
പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫോർമാറ്റാണ് ബൈനറി ഫോർമാറ്റ്. അതായത് 0-1 കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന ലെറ്റേഴ്സും കാര്യങ്ങളും ഫോട്ടോയും എന്ത് ഡാറ്റയാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുത്താലും അത് ആ ഡിസ്കിനകത്ത് ബൈനറി ഫോർമാറ്റിലോട്ടാണ് മാറ്റുക. അതായത് നമുക്ക് കണ്ടാൽ ഹ്യൂമൻ റീഡബിൾ അല്ല. 0-1-1-0ൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും എന്ത് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും ഹാർഡ് ഡിസ്കിനകത്ത്. അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ആയാലും ഓഡിയോ ആയാലും ഇമേജ് ആയാലും വീഡിയോ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഫോട്ടോസൊക്കെ നമ്മുടെ ഹാർഡ് കോപ്പി നമ്മൾ സോഫ്റ്റ് കോപ്പി ആക്കിയാൽ എങ്ങനെയാണ് സ്കാനർ വെച്ചിട്ട് ക്യാമറ ആപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇമേജസ് സ്കാൻ ചെയ്തിട്ട് JPG ഫോർമാറ്റായിട്ടോ അല്ലെങ്കിൽ ബിറ്റ് മാപ്പ് ഇമേജ് ആയിട്ടോ ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസർ OCR ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ചെക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെക്കിൻ്റെ താഴെ ഒരു മാഗ്നറ്റിക് എന്താ പറയുക ഇങ്ക് യൂസ് ചെയ്തിട്ട് ചില നമുക്ക് ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത രീതിയിലുള്ള കുറച്ച് ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ ഉണ്ടാകും. അപ്പം ഈ ഒരു ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ബാങ്ക് ചെക്കുകളിലുള്ള എഴുതിയിട്ടുള്ള ഡാറ്റ ഒക്കെ വായിച്ചെടുക്കാനും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. അതുപോലെ ഓഡിയോ വീഡിയോ ഡിജിറ്റൈസേഷൻ ആണെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടാണ്. അതായത് നമ്മുടെ നോർമൽ ഓഡിയോ അനലോഗായിട്ടും അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡിജിറ്റൽ ടു അനലോഗ് ഫോർമാറ്റിലോട്ടായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഇപ്പോൾ നമ്മളെ കോർട്ടിലൊക്കെ പേപ്പേഴ്സൊക്കെ എന്തായിട്ടാണ് ഇപ്പോൾ ആദ്യമാണെങ്കിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റ് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടാക്കി മാറ്റിയപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നമുക്ക് 24/7 ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഡിജിറ്റൈസേഷൻ ഇൻ ബിസിനസ് വേൾഡ്. ബിസിനസ് വേൾഡിൽ ഡിജിറ്റൈസേഷൻ്റെ ഇമ്പാക്ട്സ് ഏതൊക്കെയാണെന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ മേഖലകളിലും പറഞ്ഞ പോലെ ബിസിനസ് വേൾഡിലും ഡിജിറ്റൈസേഷൻ എന്താണ് വെരി വൈറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റും ചേഞ്ചും ഒക്കെ എല്ലാം നമ്മുടെ ഡിജിറ്റൈസേഷനിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്താ പറയുക വരുന്ന കുറച്ച് ഇമ്പാക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിങ്ങൾക്ക് കേട്ട ടൈം തന്നെയാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻറ്റ് മെഷീൻസ് വിച്ച് ക്യാൻ ഡു വിത്ത് വർക്ക് ബൈ ഹ്യൂമൻ ഡു. AI ഹാസ് ഓൾറെഡി ചേഞ്ച് ദി ബിസിനസ് വേൾഡ് ടു സച്ച് എക്സ്റ്റെൻറ്റ്. അതായത് മനുഷ്യനിർമ്മിത ബുദ്ധി, അതായത് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുക. ആർട്ടിഫിഷ്യലി നമ്മൾ ഇൻ്റലിജൻസ് മെഷീൻസിന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മനുഷ്യനേക്കാളും ബുദ്ധിയിൽ അവരെന്ത് ചെയ്യും, ആ മെഷീൻസ് വർക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഭയങ്കര ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് AI ഒക്കെ. ഇപ്പോൾ ഒരു AC എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസ് എടുക്കുകയാണെങ്കിലും എന്താണ് അതൊക്കെ ഇന്നത്തെ കാലത്ത് നൗഡേയ്സ് എന്തായിട്ട് മാറി, AI ആയിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായി മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഇമ്പാക്റ്റ് വരുന്നത് ഫ്ലെക്സിബിൾ വർക്ക്. ഈ ഒരു ഫ്ലെക്സിബിൾ വർക്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിജിറ്റൈസേഷൻ്റെ വരവോട് കൂടിയാണ് IT എംപ്ലോയീസിനൊക്കെ പിന്നെ വർക്ക് ഫ്രം ഹോം എന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. നമ്മൾ ഓഫീസ് വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും വൃത്തിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൈസേഷൻ്റെ ഒരു ഗുണം തന്നെയാണത്. അതെന്ത് ചെയ്യും, നമുക്ക് ഓഫീസിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ട്രാവലിംഗ് കോസ്റ്റും അതുപോലെ ട്രാവലിംഗ് ടൈമും ഓഫീസ് എക്സ്പെൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്യും. അതുപോലെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റയും ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഒരുപാട് IT കമ്പനികൾ, മോസ്റ്റ് ഓഫ് ദി ഐ ടി കമ്പനീസ് എന്താ ഇപ്പോൾ ചെയ്യുന്നത്, അവരുടെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യണം, ഓഫറിങ് ഹോം ജോബ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പനീൻ്റെ എന്താ പറയുക കോസ്റ്റ് കുറക്കാനും അതുപോലെ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ നമ്മളൊക്കെ അപ്പോൾ അവിടെ പോയി വർക്ക് ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ കംഫർട്ടബിളാണ്. അപ്പം എംപ്ലോയീസിൻ്റെ കംഫർട്ടബിൾ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവരെന്താണ് കമ്പനീൻ്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഈ ഒരു കാര്യം മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ആൾക്കാർ എത്ര സാലറിക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ എന്താണ് ഒരുക്കാണ്. അതായത് ഓഫീസിൽ പോയി വർക്ക് ചെയ്യണ്ടല്ലോ, വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ലോ എന്നുള്ള. അപ്പം ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടി റിമോട്ട് ഏരിയാസിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാം, കമ്പനീൻ്റെ ലാഭം കിട്ടും, പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. അതാണ് ഫ്ലെക്സിബിൾ വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇന്നൊവേഷനാണ്. ഇന്നൊവേഷനിൽ നമ്മുടെ എന്താ പറയുക പേപ്പർ ഫോർമാറ്റിലുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ ബൈനറി ഫോർമാറ്റിൽ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോൾ ബൈനറി ഫോമിലാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ കണ്ടൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ കോളേജസിലൊക്കെ റിസർച്ച് നടത്തുന്ന റിസർച്ചേഴ്സ് എന്ത് ചെയ്യും, വൈഡ്ലി അവർ യൂസ് ചെയ്തിട്ട് അവർ എന്താ പറയുക 24 hours 24/7 ഇത് അവൈലബിൾ ആണ്. നമ്മുടെ ഡിജിറ്റൽ ഡാറ്റ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുമ്പം അത് അവർക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ആ റിസർച്ചേഴ്സ് അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂ പ്രൊഡക്ട്സും കാര്യങ്ങളും, അതായത് ഡെവലപ്പിംഗ് ന്യൂ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കുക. അപ്പോൾ ഇത് കാരണം because of digitization, many new innovation solutions have come into the market. Then there's a making the life simple of all types of people. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എന്താണ് ലൈഫ് സ്റ്റൈൽ സിമ്പിളാക്കി. അപ്പോൾ അതാണ് ഇന്നൊവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ന്യൂ ബിസിനസ് മോഡൽ. അതായത് നമ്മളെ ഡിജിറ്റൈസേഷൻ വന്നതോടുകൂടി, ഡിജിറ്റൽ വേൾഡാണ് ഇന്നത്തെ, ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൈസേഷൻ വന്നതോടുകൂടി ന്യൂ ബിസിനസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഒരു കാലഘട്ടം കൂടിയായി മാറിയിരിക്കുകയാണ്. അതായത് കസ്റ്റമറിൻ്റെ ഓഫറിനനുസരിച്ച് കസ്റ്റമർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതി. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗൊക്കെ അതിൽ പെട്ടതാണ്. നമ്മൾ ഫിസിക്കലായിട്ട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ട്രാവലിംഗ് ടൈമും കോസ്റ്റൊക്കെ ചിലവഴിക്കാതെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഈ ഡിജിറ്റൈസേഷനായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇൻ ടുഡേസ് ഡിജിറ്റൽ ഏജിൽ എല്ലാ ഇൻഫർമേഷൻസും ടൂളും നമുക്ക് ഓൺലൈനായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ അവൈലബിൾ ആണ്. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻസിന് കസ്റ്റമർ ഫ്രീലി, അതായത് ഈസി ആയിട്ട് ബിസിനസ് മോഡൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് കമ്പനീസിന് ന്യൂ ഐഡിയാസ് അപ്ലൈ ചെയ്യാനും അതുപോലെ അവരുടെ പ്രൊഡക്ട്സ് ന്യൂ ഐഡിയാസ് അനുസരിച്ച് അപ്ലൈ ചെയ്യാനും അത് കാരണം അവരുടെ ബിസിനസ് ദിനംപ്രതി പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിജിറ്റൈസേഷൻ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷനിൽ ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ കൗണ്ടർ പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ടൊക്കെ ബിസിനസ് പ്രോസസ്സസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഡിജിറ്റൈസേഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയാസ് വഴി കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സിമ്പിളാക്കുകയും ഇന്നത്തെ ഡിജിറ്റൽ ഭയങ്കര സിമ്പിളാക്കിയിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ കാലത്ത് വേരിയസ് ചാനൽസും അതുപോലെ ഒരുപാട് ടൂൾസും അതുപോലെ ആപ്സും വഴി ബിസിനസ്സിന് അവരുടെ എംപ്ലോയീസായിട്ടോ അല്ലെങ്കിൽ അവരുടെ ക്ലയൻറ്റുകളായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. അതുപോലെ അവരുടെ ഇൻഫർമേഷൻസും അതുപോലെ ഫയൽസും ഡോക്യുമെൻസും കമ്പനികൾക്കിടയിലുള്ള യൂസേഴ്സിൻ്റെ ഡാറ്റ എക്സ്ചേഞ്ചിങ്ങും ഒക്കെ ഒരു സ്മൂത്തായിട്ടുള്ള പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കഴിഞ്ഞു ഈ ഒരു ഡിജിറ്റൈസേഷൻ്റെ വരവോടുകൂടി. അതുപോലെ നമ്മൾ സ്കൈപ്പ്, സ്ലാക്ക്, ബ്ലോഗ്, വീഡിയോ, ഫേസ്ബുക്ക് പോലുള്ള ടൂൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടുന്ന നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ കോർപ്പറേറ്റിങ്ങിനും ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.